സമയത്തെ ചിന്തയ്ക്ക് വേണ്ടി ജെരമ്യാവിൻ്റെ പ്രവചനം അതിൻ്റെ 12-ാമത്തെ അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ജെരമ്യ ചാപ്റ്റർ 12 വേഴ്സ് 5. മലയാളത്തിൽ ഞാൻ അത് വായിക്കാം. കാലാളുകളോടുകൂടെ ഓടിയിട്ട് നീ ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? സമാധാനമുള്ള ദേശത്ത് നീ നിർഭയനായിരിക്കുന്നു, എന്നാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? വളരെയധികം സുപരിചിതമായിട്ടുള്ളതായ ഒരു വാക്യമാണ് ഇന്ന് രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ തന്നിട്ടുള്ളത്. ഇതിൽ നിന്നും ചെറിയതായ ഒരു ചിന്ത നിങ്ങളുടെ എൻകറേജ്മെൻറ്റിന് വേണ്ടി പറയുവാൻ മാത്രമാണ് ഞാൻ ഇന്ന് രാത്രികാലം കർത്താവിൽ ശരണപ്പെടുന്നത്. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എല്ലാം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് കോണ്ടെക്സ്റ്റ് പറഞ്ഞ് ഞാൻ സമയം അധികം കളയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദൈവവും യെരമ്യാവും തമ്മിലുള്ള ഒരു കൺവെർസേഷൻ, ഒരു സംഭാഷണമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. സാധാരണ ഏതൊരു മനുഷ്യനും, ഏത് ആത്മീകനെന്ന് തോന്നുന്ന ഏത് മനുഷ്യനും ഉണ്ടാകുന്ന ഒരു സ്പിരിച്വൽ ലോൺലിനെസ് യെരമ്യാവിന് ഇവിടെ അനുഭവപ്പെടുകയാണ്. എലിയാവിന് അനുഭവപ്പെട്ടതായ ആ സ്പിരിച്വൽ ലോൺലിനെസ്, ആസാഫിന് അനുഭവിച്ചതായ സ്പിരിച്വൽ ലോൺലിനെസ് ഇവിടെ ജെരമ്യാവിൻ്റെ ജീവിതത്തിലും കടന്നു വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പ്രാരംഭമായിട്ടൊരു കാര്യം പറഞ്ഞു കൊള്ളട്ടെ. നമ്മൾ ആരും തന്നെ ഈ സ്പിരിച്വൽ ലോൺലിനെസ്സിന് അതീതമല്ല എന്ന് ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം. വി ഓൾ ഹാവ് ടു ഗോ ത്രൂ സം കൈൻഡ് ഓഫ് ലോൺലിനെസ് ഇൻ അവർ ലൈഫ് വേർ വി മേ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ടു ഗോഡ്. ദൈവത്തോട് ജെരമ്യാവ് ചോദിക്കുകയാണ്, യഹോവേ, ഞാൻ നിന്നോട് വാദിച്ചാൽ നീ നീതിമാനായിരിക്കും, എങ്കിലും ന്യായങ്ങളെക്കുറിച്ച് ഞാൻ നിന്നോട് ചോദിപ്പാൻ തുനിയുന്നു. എന്താണ് ജെരമ്യാവിൻ്റെ പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ്? എന്താണ്? ദുഷ്ടന്മാരുടെ വഴി ശുഭമായിരിക്കാൻ സംഗതി എന്ത്? ദ്രോഹം പ്രവർത്തിക്കുന്നവരൊക്കെയും നിർഭയമായിരിക്കുന്നത് എന്ത് എന്ന് പറഞ്ഞാൽ, കർത്താവേ, നീ എന്നെ നോക്ക്, ഞാൻ വളരെയധികം പ്രയാസത്തിലൂടെ ഒരു ഫലപ്രാപ്തിയില്ലാത്ത, ലെറ്റ് മീ എക്സ്പ്ലെയിൻ ടു യു, ഒരു ഔട്ട്കം ഇല്ലാത്തതായ ഒരു മിനിസ്ട്രി ചെയ്യുന്നു എന്നുള്ളൊരു തോന്നലിലേക്ക് ജെരമ്യാവ് വന്ന് നിൽക്കുകയാണ്. പ്രശ്നം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ദേവദാസന്മാർ, വളരെ ശ്രേഷ്ഠമായി ദൈവവചനം ശുശ്രൂഷിക്കുന്ന ദേവദാസന്മാരാണ് എന്നെ കേൾക്കുന്നത്, എനിക്കറിയാം. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, എസ്പെഷ്യലി ഇപ്പോൾ കോൺഫറൻസിലുള്ള ബന്ധത്തിൽ തന്നെ പറയുകയാണെങ്കിൽ, ഒരു ഔട്ട്കം ഇല്ലാത്തതായ, അല്ലെങ്കിൽ മുന്നോട്ട് പോയിട്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്ന് തോന്നുന്നതായ മിനിസ്റ്റീരിയൽ ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ, ഇന്ന് രാത്രികാലം ദൈവത്തിന് നമ്മളോട് പറയാനായിട്ടുള്ള ദൂത് ഇതാണ്: കാലാളുകളോടുകൂടി നീ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോട് എങ്ങനെ മത്സരിച്ചോടും? ദൈവം ജെരമ്യാവിനോട് പറയുന്ന ആ മറുപടിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിൽ ജെരമ്യാവിനോട് ദൈവം പറയുകയാണ് 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദൈവം ജെരമ്യാവിനോട് പറയുന്നു. ഒന്ന്, നീ ക്ഷീണിച്ചിരിക്കുകയാണെന്നുള്ളത് ഞാൻ അക്നോളജ് ചെയ്യുന്നു. ഐ അക്നോളജ് ദാറ്റ് യു ആർ ടയർഡ്. എന്താണ് കാരണം? കാലാളുകളോടുകൂടി ഓടിയിട്ട് നീ എന്ത് ചെയ്തു? നീ ക്ഷീണിച്ചു പോയി. അപ്പോൾ ദൈവം നമ്മുടെ ടയർഡ്നെസ്, നമ്മുടെ സ്പിരിച്വൽ ലോൺലിനെസ് അക്നോളജ് ചെയ്യുന്നൊരു ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലാതെ അതിനെ ഡിസ്കാർഡ് ചെയ്തുകൊണ്ട്, അതിനെ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ട് നമ്മളോട് ഇടപെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമല്ല. ഗോഡ് അക്നോളജ് ദ സ്പിരിച്വൽ ലോൺലിനെസ് ജെരമ്യ ഈസ് ഗോയിങ് ത്രൂ. പറയുകയാണ്, നീ കാലാളുകളോടുകൂടെ ഓടിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്? നീ ക്ഷീണിച്ചിരിക്കുകയാണ്. എന്നാൽ ഞാൻ നിന്നോടൊരു ദൂത് പറയാൻ ആഗ്രഹിക്കുന്നു, നിന്റെ യാത്ര ഇവിടെ തീരുന്നില്ല. ജെരമ്യാവ് വിചാരിച്ചു, നീ കാലാളുകളോടുകൂടെ കാലാളുകളോടുകൂടെ ഓടിയിട്ട് ക്ഷീണിച്ചു പോയതുകൊണ്ട് നൗ ഇറ്റ്സ് ദ ടൈം ഫോർ യുവർ റിട്ടയർമെന്റ് എന്നായിരിക്കും ദൈവം പറയുന്നത് എന്ന് ജെരമ്യാവ് ഒരു പക്ഷെ ചിന്തിച്ചു കാണും. പക്ഷെ ജെരമ്യാവിനോട് പറഞ്ഞു, അല്ല, ക്ഷീണിച്ചു പോയി എന്നുള്ളതൊരു വാസ്തവമായി നിൽക്കുമ്പോൾ തന്നെ ഇന്ന് നിന്നെ വീണ്ടും ജീവിപ്പിക്കുവാനാണ് ഞാൻ ഇന്ന് രാത്രികാലം കടന്നു വന്നിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ഒരു പക്ഷേ നമ്മൾ ക്ഷീണിച്ചു പോയിരിക്കാം, ഒരു പക്ഷേ നമ്മുടെ മിനിസ്റ്റീരിയൽ ഔട്ട്കം നമ്മൾ പ്രതീക്ഷിച്ചത്ര കാണാതെ, when we are dejected, the Holy Spirit wanted to speak to us tonight that he is going to energize today. For what? എന്തിനു വേണ്ടി? ദൈവം ജെരമ്യാവിനോട് പറയുകയാണ്, ഇനിയുള്ള നിന്റെ ഫേസ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഓട്ടമല്ല, ഒരു മത്സര സ്വഭാവമുള്ള ഒരു ഓട്ടമാണ്. പ്രൈസ് ദി ലോർഡ്. വാവ്, ഹല്ലേലൂയ. The Holy Spirit is telling Jeremiah that your calling is being elevated now. Now you have to fight a battle also. ജെരമ്യ വിചാരിച്ചു, കർത്താവേ, ഓടിയിട്ട് ക്ഷീണിച്ചു പോയ എന്നോടാണോ നീ ഓടിയാൽ മാത്രം പോലെ മത്സര സ്വഭാവമുള്ള ഒരു ബാറ്റിൽ കൂടെ ചെയ്യണമെന്ന് പറയുന്നത്? യെസ്, ദൈവം ഇന്ന് രാത്രികാലം നമ്മളോട് പറയുന്നു, ഓടിയിട്ടുള്ള ക്ഷീണം നമുക്ക് ഇന്ന് രാത്രികാലം തോന്നുന്നെങ്കിൽ
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രികാലം നമ്മളോട് പറയാനായിട്ടുള്ളത്, ഒരു മത്സര സ്വഭാവമുള്ള ഒരു ബാറ്റിൽ ഫീൽഡിലേക്ക് നമ്മെ അനോയിന്റ് ചെയ്ത് വിടുവാനാണ് ദൈവം ഇന്ന് രാത്രികാലം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ജെറമയ, യു ആർ നോട്ട് എ പേഴ്സൺ ടു റിട്ടയർ നൗ. യു നീഡ് ടു മൂവ് ഓൺ ആൻഡ് ദർ ഇസ് എ ബാറ്റിൽ വെയിറ്റിംഗ് ഫോർ യു. പ്രൈസ് ദ ലോർഡ്. When we go through the spiritual solitude, loneliness, we need to understand 3 important things. ജെറമ്യാവിനോട് എനിക്ക് ചോദിക്കുവാനുള്ളത്, ജെറമ്യാവേ, 1-ാം അധ്യായത്തിലേക്ക് ഒന്ന് നിന്ന് വരണം. യു നീഡ് ടു കം ബാക്ക് ടു ജെറമയ ചാപ്റ്റർ 1. നിന്റെ വിളി നീ ഒന്ന് റിമൈൻഡ് ചെയ്യണം. യു നീഡ് ടു റിമൈൻഡ് യുവർ കോളിംഗ്. പ്രൈസ് ദി ലോർഡ്. ജെറമയ 1-ാം അധ്യായം അതിന് 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാം. ബിഫോർ ഐ ഫോംഡ് യു ഇൻ ദ womb I knew you. Before you were born I sanctified you. I ordained you a prophet to the nations. Praise the Lord. ജെറമ്യാവിനോട് ദൈവം പറയുന്നു, കാലാളുകളോടുകൂടി നീ ഓടിയിട്ട് തളർന്നു പോയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഐ വാണ്ട് യു ടു ബി റിമൈൻഡഡ് അബൌട്ട് യുവർ കോളിംഗ്. നിന്റെ കോളിങ്ങിന് നിന്റെ പ്രായമല്ലായിരുന്നു. Praise the Lord. Let me repeat that. When you get the calling, Jeremiah thought that his calling is proportional to his age. Maybe ബാലൻ എന്ന് പറയത്തക്ക രീതിയിൽ അവൻ്റെ ഏജ് ടീനേജ് ആയിരിക്കാം. പക്ഷെ ദൈവം പറഞ്ഞു, നിന്റെ കോളിങ്ങിന് അതിനേക്കാൾ പ്രായമുണ്ട്. ഞാൻ നിന്നെ വിളിച്ചത് നീ 13 വയസ്സുള്ളപ്പോൾ അല്ല, നിന്റെ അമ്മയുടെ ഗർഭത്തിൽ നീ ഉരുവാകുന്നതിന് മുൻപ് ഐ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ഇൻവെസ്റ്റ്മെന്റ് നമ്മളൊന്ന് ഓർക്കണം. നമ്മെ വിളിച്ചു വേർതിരിച്ച ദൈവത്തിൻ്റെ വിളിയുടെ പിന്നിൽ ദൈവം ഇൻവെസ്റ്റ് ചെയ്തത്ര വേറെ ആരും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ജെറമ്യാവിനോട് ദൈവം പറയുകയാണ്, ഡു യു വാണ്ട് ടു വേസ്റ്റ് ഓൾ ദി ഇൻവെസ്റ്റ്മെന്റ് ബൈ റിട്ടയറിംഗ്? നോ, യു നീഡ് ടു മൂവ് ഓൺ. ഞാൻ നിന്നിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നിന്റെ ബുദ്ധിക്ക് എത്താത്ത കാലഘട്ടത്തിന് മുൻപേ ഐ സ്റ്റാർട്ടഡ് ഇൻവെസ്റ്റിംഗ് ഇൻ യുവർ ലൈഫ്. പ്രൈസ് ദി ലോർഡ്. യു ഷുഡ് ബി റിമൈൻഡഡ് about your calling. ജെറമ്യാവ് വിചാരിച്ചു, എൻ്റെ കോളിങ്ങിന് 13 വയസ്സോ 14 വയസ്സോ 15 വർഷത്തെ പ്രായമുള്ളൂ. നോ 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 നോ. ബിഫോർ യു വർ ഫോംഡ് ഇൻ യുവർ മദേഴ്സ് womb I have called you. മാത്രമല്ല, I have ordained you a prophet to the nations. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ? രാജ്യങ്ങൾക്ക് വേണ്ടി ഞാൻ നിന്നെ ഒരു പ്രവാചകനാക്കി വച്ചിരിക്കുകയാണ്. യു ആർ നോട്ട് എ പേഴ്സൺ ടു ഗെറ്റ് റിട്ടയർഡ് നൗ. സാധാരണ ഒരു ഓട്ടം ഓടിയിട്ട് തളരുവാനുള്ളതല്ല നിന്റെ ജീവിതം. നിനക്ക് വേണ്ടി മത്സര സ്വഭാവമുള്ളൊരു ബാറ്റിൽ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നീ ഒരുങ്ങുവാൻ റെഡിയായിത്തരണം. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു പടയാളിയുടെ ജീവിതവും ഒരു IT എഞ്ചിനീയറുടെ ജീവിതവും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ഒരു പടയാളിയുടെ കോളിംഗ്, എ കോളിംഗ് ഓഫ് എ സോൾജർ ഇസ് ടോട്ടലി ഡിഫറെന്റ് ദാൻ ദ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഓഫ് എൻ IT എഞ്ചിനീയർ. The investment the government makes in the life of a soldier is far different than the investment an IT engineer is going through. I'm just telling an example. ഒരു പടയാളിയുടെ വിളിയാണ് ജെറമ്യാവ് നിന്റെ മേലുള്ളത്. ഒരു സാധാരണ ജോലി ചെയ്ത് എക്സ്പീരിയൻസ്, please listen to me very carefully. ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ ഈസി ആകുന്ന ഒരു ജോബ് അല്ല ദൈവം നമ്മെ വിളിച്ചിട്ടുള്ളത്. ആസ് വി ഗോ മൂവ് ഫോർവേഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗെറ്റ് ടഫ്. ജെറമ്യാവ് വിചാരിച്ചു, പ്രവാചകനായിട്ട് എന്നെ വിളിച്ചതുകൊണ്ട് ഒരു 5-6 വർഷം കഴിയുമ്പോൾ അതങ്ങ് യൂസ്ഡ് ആകും, പിന്നെ ദൈവം പറയുന്ന ഒരു പ്രവചനം പറഞ്ഞങ്ങ് ജീവിച്ചാൽ മതിയെന്ന് ജെറമ്യാവ് ഒരു പക്ഷെ ചിന്തിച്ചു കാണും. ദൈവം പറഞ്ഞു, നോ 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 നോ. ആസ് ഇയേഴ്സ് പാസ് ബൈ യു നീഡ് ടു ഗോ ത്രൂ ടഫ് സിറ്റുവേഷൻ ബിക്കോസ് യുവർ കോളിംഗ് ഈസ് ഡിഫറെന്റ്. When you go through spiritual loneliness, you need to be reminded about the God's investment in your calling. Number 2, you need to be reminded about the promise he gave to you. Jeremiah 1:8. Do not be afraid of their faces, for I am with you to deliver you. Praise the Lord. ജെറമ്യാവിനോട് പറയുകയാണ്, ജെറമ്യാവേ, ഞാൻ നിന്നോട് പറഞ്ഞ പ്രോമിസ് നീ മറന്നുപോയോ? കുതിരകളോട് മത്സരിച്ചോടുവാൻ നിന്നെ ശക്തനാക്കുന്ന ഒരു പ്രോമിസാണ് ഞാൻ നിനക്ക് തന്നിട്ടുള്ളത്. അത് കാലാളുകളോട് ഓടിയിട്ട് തളർന്നു പോകുവാനുള്ള
ഒരു ഡെപ്പോസിറ്റ് അല്ല. ദ സ്ട്രെങ്ത് ഐ ഗേവ് യു ഈസ് ടു ഗോ ഓൺ ആൻഡ് ഡു ദ ബാറ്റൽ, നോട്ട് ടു റിട്ടയർ ബേസ്ഡ് ഓൺ ദി ഫൈറ്റ് യു ഹാഡ് വിത്ത് ദ ഫുട്മാൻ. കാലാളുകളോടുകൂടെ ഓടിയിട്ട് തളർന്നു പോകുവാനുള്ള ഒരു വാക്തത്വമല്ല ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. കുതിരകളോടുകൂടെ മത്സരിച്ചോടുവാനായിട്ടുള്ള ഒരു പ്രോമിസാണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. റിമെമ്പർ ദ പ്രോമിസ്, റിമെമ്പർ ദ പ്രോമിസ്. എന്താണ് ദൈവം അവനോട് പറഞ്ഞത്? ഞാൻ നിന്നോടുകൂടെ ഇരിക്കും. മത്തായി സുവിശേഷം 28-ാം അധ്യായത്തിൽ കർത്താവ് നമ്മളോട് പറഞ്ഞു, സകല ജാതികളെയും ശിഷ്യരാക്കിക്കോളും, ഞാനോ ലോകാവസാനത്തോളം. എല്ലാ നാളും, എവരി ഡേ till the end. Praise the Lord. The continuous presence of God. എല്ലാ നാളും അവസാനം വരെ. പിന്നെന്തോ വേണം? എവറി ഡേ till the end I will be with you. ആ പ്രോമിസിന്റെ ആഴം നിങ്ങളൊന്ന് മനസ്സിലാക്കി. It is proportional to the investment God made in your calling. നിന്റെ വിളിയിൽ ദൈവം ഇൻവെസ്റ്റ് ചെയ്തതിന്റെ പ്രൊപ്പോർഷണൽ ആയിട്ടുള്ള ഒരു പ്രോമിസാണ് ദൈവം തന്നിട്ടുള്ളത്. You should be reminded of your promise. അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായത്തിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാക്യമുണ്ട്, നിങ്ങൾ വായിക്കണം. സ്തെഫാനോസിന്റെ ആ ഹിസ്റ്റോറിക്കൽ നറേഷനിൽ സ്തെഫാനോസ് പറയുകയാണ്, ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ കാലം അടുത്തപ്പോൾ യോസേഫിനറിയാത്ത ഒരു രാജാവ് മിസ്രൈമിലുണ്ടായി. Did you see the connection here? No connection. ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം ഓർത്തപ്പോൾ, പക്ഷെ ഈ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിന് കാരണഭൂതരായിരിക്കുന്ന ബെനിഫിഷ്യറി ഇപ്പോഴും അടിമത്തത്തിൽ കിടക്കുക. പക്ഷെ ദൈവം ഓർത്തു. അറ്റ്ലീസ്റ്റ് 100 years before Moses was born, God remembered the promise, because the investment God made in your life is so huge. It is not to just throw away and retire. ഇന്ന് രാത്രി കാലം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള ദൈവമക്കളെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് കാലാളുകളോടുകൂടെ ഓടിയിട്ട് റിട്ടയർ ചെയ്യുവാനുള്ള, കുതിരകളോട് മത്സരിച്ചോടുവാനുള്ള ശക്തിയേറിയ ഒരു അനോയിന്റിംഗ് ആണ് ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ആ പ്രോമിസ് ആണ് നമ്മൾ റിമെമ്പർ ചെയ്യേണ്ടത്. വെൻ യു ഗോ ത്രൂ സ്പിരിച്വൽ loneliness, when you start questioning your ministerial outcome, number one, you need to reminded about God's investment in your life, about your calling. Number two, you should be reminded about the promise He gave you. And number three, let me close here. Jeremiah chapter 1 verse 10. See, I have this day set you over the nations and over the kingdoms, to root out and to pull down, to destroy and to throw down, to build and to plant. Wow. You need to be reminded about the purpose of your appointment. നിന്റെ വിളിയിൽ ദൈവം പ്രതിഷ്ഠിച്ചിട്ടുള്ള പർപ്പസിനെ കുറിച്ച് നീ ഒന്ന് റിമൈൻഡഡ് ആകണം. ദൈവം ജെരമ്യാവിനോട് പറയുകയാണ്, ഈ ദിവസം ഞാൻ നിനക്കായിട്ട് വെച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? ചുമ്മാ കാളാളുകളോടുകൂടെ ഓടിയിട്ട് തളരുവാനല്ല, കുതിരകളോടുകൂടെ മത്സരിച്ചോടുവത്തക്ക രീതിയിലുള്ള ഒരു പർപ്പസിന് വേണ്ടിയാണ് നിന്റെ അപ്പോയിൻമെന്റ് ലെറ്റർ. നിന്റെ അപ്പോയിൻമെന്റ് ലെറ്റർ ഒന്ന് നോക്കണം. യു നീഡ് ടു റെഫർ ബാക്ക് യുവർ അപ്പോയിൻമെന്റ് ലെറ്റർ. ചുമ്മാ ഒരു പാരഗ്രാഫ് മാത്രമുള്ള ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ അല്ല ദൈവം നമുക്ക് തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് സോ ഡീപ്പ്. The government has invested a lot in your calling and given a great promise. And the purpose, the objective, what do you need to accomplish in your life? It is a long list. അപ്പോസ്തലനായ പൗലോസിന് അത് മനസ്സിലായി. പൗലോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല. I know it's a long way to go. ഞാനും പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേയുള്ളൂ. അത് പിടിച്ച് പ്രാപിച്ച് അക്കംപ്ലിഷ് ചെയ്ത ശേഷം പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. You need to be reminded about the purpose of the appointment. Praise the Lord. The investment on your calling, the promise, and number three, the purpose of your appointment. ഈ മൂന്ന് കാര്യം റിമൈൻഡഡായി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, കാലാളുകളോടുകൂടെ ഓടിയിട്ട് തളർന്നു പോയ നമ്മെ കുതിരകളോടുകൂടെ മത്സരിച്ചോടുവാൻ ദൈവം ഇന്ന് രാത്രികാലം ബലപ്പെടുത്തുവാൻ റെഡിയായി. എന്നിട്ട് ജെരമ്യാവിന് ദൈവം 2-3 ദർശനങ്ങൾ കൊടുത്തു. നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു. ജെരമ്യാവ് കണ്ടതിനെ ദൈവം എൻഡോഴ്സ് ചെയ്തിട്ട് പറഞ്ഞു, നീ കണ്ടത് ശരി തന്നെ. പ്രൈസ് ദി ലോർഡ്. വാട്ട് എ കൺഫർമേഷൻ. ദൈവം പറഞ്ഞു, ഞാൻ കാണുന്നത് തന്നെ നീയാണ് കാണുന്നത്. സോ നൗ യു ആർ റെഡി ടു ഗോ.
അതൊന്നും നീ മറന്നു പോകരുത്. അതുകൊണ്ട് കുതിരകളോടുകൂടി ഓടുന്ന ഒരു മത്സര സ്വഭാവമുള്ള ഒരു ഫേസ് ഓഫ് മിനിസ്ട്രി നിന്റെ ജീവിതത്തിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഒരുങ്ങുക. റിമൈൻഡ് യുവർ സെൽഫ് അബൌട്ട് ദ കോളിംഗ്, റിമൈൻഡ് യുവർ സെൽഫ് അബൌട്ട് ദ പ്രോമിസ്, ആൻഡ് റിമൈൻഡ് യുവർ സെൽഫ് about the purpose of your appointment. May God bless you.